ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഐശ്വര്യയാണ്. ഈ ചാനൽ വഴി ക്ലാസ് +1 മാത്സ് സിമ്പിൾ ആയി കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. സോ നമുക്ക് ആദ്യമേ തന്നെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ക്ലാസ് +1ലെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ സെറ്റിൻ്റെ ഡെഫിനേഷൻ, ഇമ്പോർട്ടൻറ്റ് നമ്പർ സെറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് നോക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് സെറ്റ് നോക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഇൻ്റർവെൽ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം സെറ്റിൻ്റെ ഡെഫിനേഷനകത്ത് വെൽ ഡിഫൈൻഡ് വരുന്നുണ്ട്. അതായത് സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിൻക്റ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ എന്താണ് ഈ വെൽ ഡിഫൈൻഡ്? വെൽ ഡിഫൈൻഡ് നമുക്കൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ കയറി ചെല്ലുകയാണ്. ആ ടീച്ചർ ചോദിക്കുകയാണ്, ഈ ക്ലാസ്സിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആൾക്കാർ എത്ര പേരുണ്ട്, എണീക്കുക എന്ന് പറയുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു അവിടുത്തെ സ്റ്റുഡൻസിന് സംശയം തോന്നും. കാരണം ഞാനാണോ ഹൈറ്റ് കൂടുതൽ, അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാണ് ഹൈറ്റ് കൂടുതൽ. കാരണം അവിടെ എന്താ, മിസ് ആകെ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് കൂടിയ ആൾക്കാർ എണീറ്റ് നിൽക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 5 അടി ഹൈറ്റ് കൂടുതലാണോ 6 അടിയാണോ ഇനി ഹൈറ്റ് കൂടിയ ആൾ എന്ന് സ്റ്റുഡൻസിന് ഒരു സംശയം വരുമോ? കാരണം അവിടെ മിസ് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഹൈറ്റ് കൂടിയ ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കി എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അവിടെ വെൽ ഡിഫൈൻഡ്നെസ് ഇല്ല. എന്നാൽ അതേ സമയത്ത് മിസ് പറയാണ് 5 അടി കൂടിയ കുട്ടികളുണ്ടെങ്കിൽ അവർ എണീറ്റ് നിൽക്കാൻ പറയുക. അപ്പോൾ അവിടെ വെൽ ഡിഫൈൻഡ്നെസ് ഉണ്ട്. അതായത് മിസ് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? സ്റ്റുഡൻസിന് സംശയമുണ്ടോ? ഈ 5 അടി ഉള്ളവർ എണീക്കണോ, 6 അടി ഉള്ളവർ എണീക്കണോ, 4 അടി ഉള്ളവർ എണീക്കണോ? 5 കൂടുതൽ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് 5 ആയ ആൾക്കാർ എണീക്കത്തില്ല, 5 അടി ഉള്ള ആൾക്കാർ എണീക്കത്തില്ല. 5 കൂടുതൽ 5.5, 6, 7 അങ്ങനെ പോകും. അപ്പോൾ അവിടെ എന്താ, വെൽ ഡിഫൈൻഡ്നെസ് ആണ്. വെൽ ഡിഫൈൻഡ് ആയിട്ട് മിസ് പറഞ്ഞു, അതായത് 5 അടി കൂടുതൽ. അതിനെയാണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അത് നമുക്ക് സെറ്റാക്കി എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇപ്പം എനിക്ക് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് ഞാൻ കാണുന്നത് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വേറെ പല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് തോന്നും, എനിക്ക് വേറെ പല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് തോന്നും. അപ്പം നമ്മൾ തമ്മിലുള്ള ആൻസർ എന്താവും, വ്യത്യാസമാവും. അങ്ങനെ ആകാൻ പാടില്ല. അതിനെയാണ് ഈ വെൽ ഡിഫൈൻഡ്നെസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസിൻ്റെ കേസിലും അങ്ങനെ അത് പറ്റത്തില്ല. ഞാൻ കാണുന്ന ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. എന്നാൽ അതേ സമയത്ത് ഞാനിപ്പോൾ പറയാം, സെറ്റ് ഓഫ് ബബിൾസ് നമുക്ക് ഒരു സെറ്റാക്കി നമുക്ക് സെറ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ, എന്നോടിപ്പോൾ ആരെങ്കിലും വവൽസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയും? A, E, I, O, U തന്നെ പറയും. നിങ്ങളും അത് തന്നെയല്ലേ പറയാൻ പോകുന്നത്. അവിടെ ഇപ്പം 2 പേരുടെയും ആൻസർ സെയിം അല്ലേ? അപ്പം നമുക്കത് സെറ്റാക്കി എഴുതാൻ പറ്റുമല്ലോ. അവിടെ ആൻസർ മാറ്റം വരത്തില്ലല്ലോ. എല്ലാവർക്കും ഒരേപോലെ, ആരോട് എപ്പോൾ ചോദിച്ചാലും ഈ വവൽസ് ഏതൊക്കെ വവൽസാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ A, E, I, O, U തന്നെയല്ലേ പറയാൻ പോകുന്നത്. അപ്പം അതൊരു സെറ്റിൻ്റെ എക്സാമ്പിളാക്കി എഴുതാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ നമുക്ക് നൊട്ടേഷൻ്റെ കാര്യം പറയാം. അതായത് ഇത് മെയിൻലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ നൊട്ടേഷൻ വരിക. അതിൻ്റെ അകത്ത് കിടക്കുന്ന എലമെൻറ്റ്സോ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും പൊതുവെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഈ ഒരു സ്ലൈഡിൽ ഇമ്പോർട്ടൻറ്റ് നമ്പർ സെറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം, നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ തന്നെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇർറാഷണൽ നമ്പേഴ്സ്, കോംപ്ലെക്സ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചു കാണും. നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് 0 കാണത്തില്ല. അതായത് 1 തൊട്ടിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4 എന്ന് പറഞ്ഞ് പോകും. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ W വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് 0 കാണും. 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവുക. ഇൻറ്റീജേഴ്സ് ആണെങ്കിലോ ക്യാപിറ്റൽ Z ക്യാപിറ്റൽ I വെച്ചിട്ടും അത് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നെഗറ്റീവ് നമ്പേഴ്സും കാണും, അതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സും കാണും, ഇൻക്ലൂഡിങ് 0 കൂടെ കാണും. അതാണ് ഇൻറ്റീജേഴ്സിൻ്റെ കേസ്. റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ Q വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പേഴ്സ്. അതിനകത്ത് Pയും Qയും പറയുന്നത് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. Q എന്ന് പറയുന്നത് ഒരിക്കലും ഈ 0 ആയിട്ട് ഈക്വേറ്റ് ആകത്തില്ല. Q എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും.
പിന്നെ റിയൽ നമ്പേഴ്സ് ക്യാപിറ്റൽ R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എല്ലാ നമ്പർ ലൈനിനെ ഡിനോട്ട് ചെയ്യുന്ന, നമ്പർ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്പേഴ്സ് ഏതെല്ലാം നമ്പേഴ്സാണോ നമ്പർ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ആ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സിനകത്ത് വരും. ഇർറാഷണൽ ആണെങ്കിൽ റിയൽ നമ്പേഴ്സിനകത്തെ റാഷണൽ നമ്പേഴ്സ് എല്ലാം എടുത്ത് കളയണം. അങ്ങനെ ബാക്കി വരുന്ന നമ്പേഴ്സിനെയാണ് ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. √2, √5, പൈ, ഇതൊക്കെ ഇർറാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ √2ന് നമുക്ക് p/q ഫോമിൽ എഴുതിക്കൂടെ എന്ന്. എഴുതാൻ പറ്റാത്തതല്ല, വ്യത്യാസമുണ്ട്. റാഷണൽ നമ്പേഴ്സിനകത്ത് p/q എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇതിനകത്തെന്ന് പറയുമ്പോൾ √2 ഒരു ഇൻറ്റീജർ ആണോ? അല്ല. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസാണ് ഇർറാഷണൽ നമ്പേഴ്സിൽ വന്നിരിക്കുന്നത്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സി എന്ന് പറയുന്നതായിരിക്കും നൊട്ടേഷൻ വരുന്നത്. അതായത് a+bi എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റിയ a++ ഓർ മൈനസ് വാട്ട് എവർ ഇറ്റ് ഈസ് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുന്നതായിരിക്കും കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആണ്. മെയിൻലി നമ്മൾ 2 രീതിയിലാണ് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് റോസ്റ്റർ ഫോം ആയിരിക്കും, മറ്റൊരെണ്ണം സെറ്റ് ബിൽഡർ ഫോം ആയിരിക്കും. ഈ റോസ്റ്റർ ഫോമിനകത്ത് എലമെൻറ്റ്സ് എല്ലാം കേർലി ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു. ഇപ്പോൾ എക്സാമ്പിളിനകത്ത് കണ്ടോ 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ കേർലി ബ്രാക്കറ്റ്സ് അത് റെപ്രസെൻ്റ് ചെയ്യും. എന്നാൽ സെറ്റ് ബിൽഡർ ഫോമിനകത്താണെങ്കിലോ ഇതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് എലമെൻറ്റ്സ് എഴുതത്തില്ല, ഡയറക്റ്റ് ആ പ്രോപ്പർട്ടി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇതിനകത്ത് 2, 6, 8 എന്ന് പറഞ്ഞ 2, 4, 6, 8 എന്ന് പറഞ്ഞ നമ്പേഴ്സ് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതി. ഇങ്ങനെ എക്സ് എന്ന് പറഞ്ഞ നമ്പറാണ്. ആ എക്സ് എന്ന് പറഞ്ഞ എന്താ പ്രത്യേകത? ഈവൻ നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 10. 10നെക്കാട്ടിലും ലെസ് ആയിരിക്കും. പിന്നെന്താ? ഈവൻ നാച്ചുറൽ നമ്പറാണെന്ന് പറഞ്ഞാൽ, നാച്ചുറൽ നമ്പർ നമുക്കറിയാം 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഈവൻ നാച്ചുറൽ എന്ന് പറയുമ്പോൾ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2, 4, 6, 8. 10 വരില്ല, കാരണം ലെസ് ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് എം ടി സെറ്റ്. പേരിൽ തന്നെ ഉണ്ട് എം ടി, ദാറ്റ് ഈസ് ഒന്നുമില്ല, നൾ എന്ന് വേണം, വേറൊരു പേരാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നൊട്ടേഷനാണ് ഈ ഫൈ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുമ്പം പേരിൽ തന്നെ ഉണ്ട് എം ടി, ദാറ്റ് ഈസ് നോ എലമെൻറ്റ്സ് ഇസ് ദെയർ. അപ്പം അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. ഒന്നും ഇല്ലാത്തത്, ഒരു എലമെൻറ്റ്സും ഇല്ലാത്തത്. സിംഗിൾ ടൺ ആണെങ്കിലോ പേരിൽ തന്നെ സിംഗിൾ, അതായത് എക്സാക്ട്ലി 1 എലമെൻ്റ് ഉള്ള സെറ്റിനെയാണ് സിംഗിൾ ടൺ. എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. സിംഗിൾ ടണ്ണിനകത്ത് എന്താ? 5 മാത്രമേ ഉള്ളൂ, 5. അപ്പം പിന്നെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൈറ്റ് ആയിരിക്കും, അതായത് ലിമിറ്റഡ് നമ്പേഴ്സാണ്. നമുക്കത് നമ്പർ എണ്ണാൻ പറ്റുന്ന സെറ്റുകളെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളിനകത്ത് 2, 4, 6, 8 നമുക്കത് എണ്ണാൻ പറ്റും. എത്ര എണ്ണം? 4 എലമെൻറ്റ്സ് അതിനകത്ത് പ്രസൻറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ആകുമ്പോഴോ we can't able to count the number of sets or number of elements which is present in a set. അപ്പോൾ നമുക്ക് 1, 2, 3 ഇപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം എന്താ? 1, 2, 3 എക്സെട്ര കേൾക്കുന്നത്. അപ്പോൾ എന്തേരെ വേണേൽ പോകാം, നമുക്ക് അവിടെ എണ്ണാൻ പറ്റുന്നുണ്ടോ? എലമെൻറ്റ്സിനെ എണ്ണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നെക്സ്റ്റ് എന്താ? ഈക്വൽ സെറ്റ്സ് എന്താ? അതായത് 2 സെറ്റ്സ് അതിൻ്റെ എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ആദ്യത്തെ സെറ്റിനകത്ത് എന്താ? 1, 2, 3. രണ്ടാമത്തെ സെറ്റ് എന്താ? 3, 2, 1. മീൻസ് അതിനകത്ത് കിടക്കുന്ന എലമെൻറ്റ്സ് 2 സെറ്റിലും എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇക്വിവലൻറ്റ് സെറ്റ്സ് ആണെങ്കിലോ അതിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും സെയിം, അതിനകത്ത് എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആവില്ല. അതായത് ഇപ്പം ഫസ്റ്റ് സെറ്റിനകത്ത് 1, 2, 3, രണ്ടാമത്തെ സെറ്റിനകത്ത് ABC. ഇതിനകത്ത് നമ്പർ ഈ 2 സെറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 3 നമ്പർ വീതം നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് 2 സെറ്റിനകത്ത് സെയിം ആണോ? അല്ല. അപ്പം ആ ഒരു കേസാണ് ഇക്വിവലൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ്സ് ആണെങ്കിലോ, അതായത് ഇപ്പോൾ 2 സെറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ഫസ്റ്റ് സെറ്റ് എന്താ? 1, 2. സെക്കൻഡ് സെറ്റ് എന്താ? 1, 2, 3. അതായത് സെക്കൻഡ് സെറ്റിൽ ഫസ്റ്റ് സെറ്റിനകത്ത് എല്ലാ എലമെൻറ്റ്സും സെക്കൻഡ് സെറ്റിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താകും? സബ്സെറ്റായി മാറും. യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിലോ
ഒരു സെറ്റിനകത്ത് എല്ലാ ഒബ്ജക്ട്സും വരുവാണെങ്കിൽ, ഒരു കൺസിഡറേഷൻ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ്, അപ്പോൾ ആ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ആ സ്റ്റുഡൻസ് മൊത്തം എന്തായി, സെറ്റിനകത്ത് വന്നു. അതെന്തായി, യൂണിവേഴ്സൽ സെറ്റായി, മൊത്തത്തോടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെന്താ, പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് സബ്സെറ്റ്, ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പല സബ്സെറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ പവർ സെറ്റ് എന്തൊക്കെയായിരിക്കും, 1 എന്ന് എഴുതാം, 2 എന്ന് എഴുതാം. 1ഉം 2ഉം ഒരു പവർ സെറ്റാക്കി എഴുതത്തില്ല. അതായത് ആ ഒരു സെറ്റിന് തന്നെ എത്രയൊക്കെ നമുക്ക് സബ്സെറ്റ്സ് ആക്കി എഴുതാൻ പറ്റുമെന്നുണ്ടോ അതിനെ എല്ലാം നമ്മൾ എന്ത് പറയുന്നു, അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതായത് ടൈപ്സ് ഓഫ് ഇൻ്റർവെൽ. അപ്പം മെയിനായിട്ട് 4 ടൈപ്സാണ് ഇതിനകത്തുള്ളത്. ഓപ്പൺ ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ, ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്, ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ. ഇപ്പം ഇതിനകത്ത് തന്നെ ഫസ്റ്റ് കേസായ രണ്ടും ഓപ്പൺ ആയ ഒരു സിറ്റുവേഷൻ, അതായത് എയും ബിയും തമ്മിലുള്ള നടുക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും ഈ ഒരു ഇൻ്റർവെലിനകത്ത് വരും. പക്ഷേ എയും ബിയും വരില്ല. എയുടെ തൊട്ട് പുറകെ കിടക്കുന്ന നമ്പേഴ്സും ബിയുടെ തൊട്ട് പുറകെ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം വരും. ബിയുടെ ഇടയ്ക്ക് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം വരും. പക്ഷേ എയും ബിയും വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ ഓപ്പൺ ഇൻ്റർവെല്ലിന്. എന്നാൽ ക്ലോസ്ഡ് ആണെങ്കിലോ എയും ബിയും നടുക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും വരും. അതിനൊപ്പം തന്നെ എ എന്ന് പറയുന്ന നമ്പറും വരും, ബി എന്ന് പറയുന്ന എലമെൻറ്റ്, ആ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതും വരും. അപ്പം നെക്സ്റ്റിനകത്താണെങ്കിൽ ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്, അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ ഇതിനകത്ത് എ എന്ന് പറയുന്ന എലമെൻറ്റ് വരത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന എയും ബിയും ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും എലമെൻറ്റ്സും വരും. പക്ഷേ വരില്ല, എന്ത് വരും, ബി വരും. എ വരില്ല. ഇവിടുത്തെ കേസ് ആദ്യത്തെ എലമെൻ്റായ എ വരില്ല, പക്ഷേ ബി വരും. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും വരും. നെക്സ്റ്റ് കേസ് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട്, അതായത് എ എലമെൻറ്റ് വരും, ബി എലമെൻറ്റ് വരില്ല, ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന എല്ലാ നമ്പേഴ്സും വരും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ടൈപ്സ് ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇത് ഇപ്പം നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ വെറുതെ ഇടുന്ന ബ്രാക്കറ്റ്സ് അല്ല, ഇതിന് ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം. ആ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നെക്സ്റ്റ് ടോപ്പിക്കാണ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ടോപ്പിക്കും കൂടിയാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഈസിയും കൂടെയാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിയനെ കുറിച്ച് പഠിക്കാം. യൂണിയൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പേരിൽ തന്നെയുണ്ട് യൂണിയൻ, അതായത് എല്ലാ എലമെൻസും കൂടെ ഒരുമിച്ച് എഴുതുന്നു. രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസും നമ്മൾ ഒരൊറ്റ യൂണിയനാക്കി എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റിലെ എലമെൻറ്റ്സ് ആണ്. എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൽ 3 4 5 എന്ന നമ്പേഴ്സും ഉണ്ട്. അപ്പം എ യൂണിയൻ ബി എന്താകും, ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും കൂട്ടി എഴുതുന്നു. അതായത് 1 2 3, പിന്നെ അടുത്ത് 4 5. ഇപ്പം ഈ രണ്ട് സെറ്റിലും ഒരു കോമൺ എലമെൻ്റായ 3 ഉണ്ട്. അപ്പോൾ അത് ഒറ്റ തവണ എഴുതിയാൽ മതി, 2 തവണ എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് ഒരു വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്താണ് താഴത്തെ ഈ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഷെയ്ഡഡ് റീജിയനാണ് എ യൂണിയൻ ബി. ഇപ്പം ഇതിനകത്ത് എയുടെ എലമെൻറ്റ്സ് ഫുള്ള് വന്നു, അതുപോലെ തന്നെ ബിയുടെ എലമെൻറ്റ്സും വന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ഇതുപോലെ തന്നെയാണ്. അതായത് ആകെ വ്യത്യാസം കോമൺ എലമെൻറ്റ്സ് ആയിരിക്കും. ആ എലമെൻറ്റ്സ് രണ്ട് സെറ്റിൽ കോമൺ ആയ എലമെൻറ്റ്സ് ഏതാണോ അതിനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് സെറ്റ് 1 2 3 എന്ന് പറഞ്ഞൊരു സെറ്റ്, രണ്ടാമത്തെ സെറ്റ് 3 4 5 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സെറ്റ്. ഇതിനകത്ത് കോമൺ എലമെൻ്റ് ആയതാ 3 എന്ന് പറഞ്ഞായിരിക്കും കോമൺ എലമെൻറ്റ്. വെൻ ഡയഗ്രാം വെച്ച് നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാം. ഇതൊരു എ എന്ന് പറഞ്ഞ സെറ്റ്, ഇത് ബി എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ ഈ രണ്ട് സെറ്റിലെയും കോമൺ ആയ ഷെയ്ഡഡ് റീജിയൻ ഏതാ, ഇത് നടുക്ക് കിടക്കുന്നല്ലേ, അതിനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ഡിഫറൻസ്, അതായത് രണ്ട് സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ ഡിഫറൻസ്. അതായത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ എന്തായിരിക്കും, എലമെൻറ്റ്സ് ടു സെറ്റ്സ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അതായത് ഇത് എ സെറ്റ്, ഇത് ബി സെറ്റ്. അപ്പം ഈ എ സെറ്റിൽ നിന്ന്
ബി സെറ്റിൻ്റെ പോർഷൻ അങ്ങ് എടുത്ത് കളഞ്ഞാൽ എന്ത് ബാക്കി വരും? എ മൈനസ് ബി ആയ എ മാത്രമായിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടും. ബിയുടെ ഒരു സാന്നിധ്യം അതിനകത്ത് കാണത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇനി അവസാനത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്, കോംപ്ലിമെൻറ്റ്. അതെന്തായിരിക്കും? കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. എയിലില്ലാത്ത എല്ലാ പോർഷനും യൂണിവേഴ്സിൽ മൊത്തം വരുന്ന, യൂണിവേഴ്സ് എന്ന് പറയുന്നതായിരിക്കും എല്ലാ എലമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ്. ഇത് മൊത്തത്തോടെയും ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സ് മൊത്തം യൂണിവേഴ്സൽ സെറ്റാണ്. അതിനകത്തെ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ എ പോർഷൻ എല്ലാം കളയണം. യൂണിവേഴ്സൽ സെറ്റിനകത്തുനിന്ന് എ പോർഷൻ എല്ലാം കളയും. ഈ പോർഷൻ മൊത്തം കളഞ്ഞു, എയുടെ പോർഷൻ മൊത്തം കളഞ്ഞു. ബാക്കി വരുന്ന ഈ ഷെയ്ഡ് റീജിയൻ, ഒരു പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഷെയ്ഡ് റീജിയൻ എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ്. എ ഡാഷ് എന്നും പറയാം, എ കോംപ്ലിമെൻ്റ് എന്നും പറയാം. ഈ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.